ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ അങ്ങനെ ഞാൻ ആശിച്ച് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കുറേ വർഷങ്ങളായി കാത്ത് ഇരിക്കുന്ന ഒരു ഡേ ആണ് ഇന്ന്. എൻ്റെ ഡ്രസ്സിന് ഞാൻ കുറേ തപ്പി തെണ്ടി നടന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സ് എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. കാരണം ഒരു ഇൻസ്റ്റഗ്രാം പേജുകാർ ചതിച്ചതാണ്. ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തിട്ട് 2 ആഴ്ച ഒരിട്ട് കളിപ്പിച്ച് ഇപ്പോൾ എത്തും, ഇന്നെത്തും, നാളെ എത്തും, ഡിസ്പാച്ചായി അത് ഇത് പറഞ്ഞു. സോ നിങ്ങൾ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ട്രസ്റ്റഡ് അല്ലാത്ത ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങാതിരിക്കുക. വാങ്ങിച്ചാൽ എന്നെ പോലെ ഇങ്ങനെ മൂഞ്ചി തെറ്റിരിക്കേണ്ടി വരും. അപ്പം ഞാൻ എന്താ രാവിലെ എണീച്ചു. ഇനി എൻ്റെ സ്കിൻ കെയർ ഞാൻ നൈറ്റ് ഓൾറെഡി ചെയ്തു, അതിൻ്റെ ഒരു ഗ്ലോ ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇപ്പോൾ എണീച്ച് വന്നിട്ടുള്ളൂ. പല്ല് തേക്കണം, അതിനോരോരോ കുഞ്ഞു കാര്യങ്ങളൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫോട്ടോഷൂട്ടാണ് ഇന്ന്. അതിൻ്റെ ചെറിയ ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എൻ്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങളുടെ കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. എനിക്കത്ര വലിയ ഫാമിലി ഒന്നും ആയിട്ടില്ല ഇങ്ങനെ ഓവറാക്കാൻ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ ഓവറാണെങ്കിൽ പോലും എനിക്ക് കുറേ വർഷമായിട്ടുള്ള ആഗ്രഹത്തിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്ന് നടക്കുകയാണ്. ഒന്നല്ല, കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ നടക്കാൻ പോവാണ്. സോ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഞാൻ താഴെ പോയി പല്ലൊക്കെ തേച്ച് വന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാം. ബൈ. അപ്പം എൻ്റെ പല്ല് തേപ്പെല്ലാം കഴിഞ്ഞു. ഞാനിവിടെ എൻ്റെ കയ്യിൽ 2 ഫേസ് വാഷ് ഉണ്ട്. ഒന്ന് മാമാഅർത്തിൻ്റെ റൈസിൻ്റെ ഫേസ് വാഷും പിന്നെ ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു മിനി പാക്കാണുള്ളത്. ഇതൊരു ഫേസ് വാഷാണ്. എനിക്ക് 2ഉം യൂസ് ചെയ്യുമ്പം നൈസാണ്. പക്ഷേ ഇതൊന്നും കൂടെ ഭയങ്കര എന്താ പറയുക, സിൽക്ക് സോഫ്റ്റാണ്. സോ നമുക്ക് ഇതിട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതാണ് ഗൈസ് ആഫ്റ്റർ ആ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഭയങ്കര സോഫ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ഫേസ്. നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. ഫോണിലൊന്നും ഒരു തുള്ളി ചാർജില്ല. സോ ചാർജറും എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകണം. പിന്നെ സാധനങ്ങൾ പ്യാക്ക് ചെയ്ത് വയ്ക്കണം. ഒന്നും എടുക്കാൻ മറക്കരുത്. എന്താ മറ്റേ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ബാക്കിൽ തൂക്കിയിടാനുള്ള സാധനം എന്തെങ്കിലും എടുക്കാൻ മറന്ന ഇന്നത്തെ പരിപാടി ഫുൾ ഗ്യാൻസലാവും. കുട എടുക്കാം. വെയിലുണ്ടെങ്കിലോ കുട ചൂടാലോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നപ്പോൾ ഇത് പൊട്ടിപ്പോയി. ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂല. കാരണം അതാ ഇതുണ്ടോ, ഇതിൻ്റെ സൈഡേ പൊട്ടിപ്പോയി. ഒന്നും ചെയ്യാൻ കഴിയൂല. വിട്ടുപോയതാ വെച്ചാൽ നമുക്ക് കുടുക്കെങ്കിലും ചെയ്യായിരുന്നു. കുടുക്ക പോയിട്ട് ഒരു ടാഗിന് ചെയ്യാൻ കഴിയൂല ഗൈസ്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ബാക്കി വീഡിയോസൊക്കെ എടുത്തു തരിക. അപ്പോൾ ഇതാ ഈ ഒരു നൈക്കയുടെ ഷീറ്റ് മാസ്ക് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഒന്നെങ്കിൽ എനിക്ക് ഒരാളെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച റിംഗ് ലൈറ്റിൽ എടുക്കാനായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് എന്തായാലും പൊട്ടിപ്പോയി. ഈ സ്റ്റാൻഡിൽ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പൈസ കൊടുത്ത് 2000-ൻ്റെ അടുത്ത് 2500 എന്തോ ആയിൻ്റെ ഈ സ്റ്റാൻഡിന്. ഇത്രയും ലോക്കൽ സ്റ്റാൻഡാണോ ആമസോൺ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്? ഭയങ്കര മോശമായിപ്പോയി. ഞാൻ ഒരു 5-6 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അതും അവിടെ വെച്ചെടുത്തൊന്നും ഞാൻ അനക്കലില്ല. ഇതിപ്പം ഒന്ന് വെളിച്ചം അവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് എടുത്തതായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ. അപ്പം ഗൈസ് ഞാനിത് ഷീറ്റ് മാസ്ക് ഒട്ടിച്ച നമ്മൾ വിചാരിക്കണ്ടോ അത് ഒട്ടിച്ചാൽ സംസാരിക്കാൻ കഴിയുമല്ലോ.
വാ കൊണ്ട് തുറക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വലിയുന്നു. അപ്പം എനിക്ക് മര്യാദയ്ക്ക് വാ തുറന്ന് സംസാരിക്കാൻ ഒരു ഇറിറ്റേഷൻ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സാന്ദ്രേനെയും കൂട്ടി വന്ന് ഇനി ഞങ്ങൾ നേരെ ലൊക്കേഷനിലേക്ക് പോവാണ്. ആദ്യം പാർലറിൽ പോകണം, മുടി സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവും. സോ പോണ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ ചെരുപ്പിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ അമ്മതാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, എങ്ങനെയൊന്നും ചെയ്യരുത് കുട്ടികളെ, നിങ്ങൾ പാപത്തിൻ്റെ മാർഗത്തിൽ നടക്കരുതേ എന്ന് എൻ്റെ ഫ്രണ്ടിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ടാറ്റ വേണേ തന്നല്ലേ വീഡിയോ കൂട്ടൂല ഞാൻ. കാറിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനെൻ്റെ നെയിലൊക്കെ ഒന്ന് സെറ്റാക്കി, നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് നമുക്ക് ഹൈലൈറ്റിലേക്ക് ഫൗണ്ടേഷൻ വാങ്ങാൻ പോവുകയാണ്. ആദ്യം ഞാൻ കരുതി മെയ്ബിലനിൽ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് മെയ്ബിലനിൽ പോയി. പക്ഷേ അവിടെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നേരെ നൈക്കയിലേക്ക് വിട്ടു. നൈക്കയിലാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിന് സാധനം കിട്ടും. അങ്ങനെ നൈക്കയിൽ പോയിട്ടെല്ലാം ഞാൻ ക്ലെൻസ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയുള്ള ഈ ഒരു നൈക്കയുടെ തന്നെ ഫൗണ്ടേഷൻ എനിക്ക് നല്ല രീതിക്ക് സ്യൂട്ടായി. സോ ഞാൻ നോക്കിയില്ല, അത് വാങ്ങിച്ചു. കുറച്ച് പട്ടിഷോ നൈക്ക പർച്ചേസ് കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് ഗ്ലോ ഉണ്ടല്ലേ എവിടെയെങ്കിലും. അപ്പൊ നമുക്ക് മേലെ പോയിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ എനിക്ക് കേൾ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി ആദ്യം ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞു. സോ അങ്ങനെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യാണ്. ഉണക്കി ഒന്ന് ചെറുതായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അവരെൻ്റെ ഹെയർ എല്ലാം പാർട്ടീഷൻ ആക്കിയിട്ട് കേളിങ് പരിപാടിയിലേക്ക് തുടങ്ങാൻ പോവാണ്. സോ എനിക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് കേൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അത് കൊളാവേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് മാറ്റാൻ പോയി. അവിടെ ഡ്രസ്സ് മാറ്റാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം മാറി അവരെൻ്റെ ഹെയർ എല്ലാം കേൾ ചെയ്ത് സെറ്റാക്കി തന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സാധനം നമ്മുടെ കൺമുന്നിൽ കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലേ, അതായിരുന്നു എനിക്ക് ഇത് പെർമനൻ്റ് ആക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എന്താ പറയുക, എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുക. എന്ത് ഭംഗിയാലേ. അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇത് ഞാൻ ചെയ്തത് പാലാഴി UL സൈബർ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ലോറിൽ നിന്നാണ്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞങ്ങൾ കക്കാടംപൊയിൽ കരിയാതുംപാറ പോകണമെന്നായിരുന്നു വിചാരിച്ചത്. ശ്രീകൃഷ്ണ ജയന്തി ബ്ലോക്ക് എല്ലാം പേടിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ നിന്നാക്കി, ലേറ്റ് ആവേണ്ട വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടയേർഡായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചില്ലായിരുന്നു. എനർജി എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ലായിരുന്നു. വീഡിയോ എടുക്കേണ്ട കാര്യമെല്ലാം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അവരെടുത്ത ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്. അപ്പം ഇതാ അതിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ ഐലാഷ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു. ഞാൻ ആദ്യം ഞാൻ ഒരു ബർത്ത്ഡേ ഷൂട്ട് എടുക്കണമെന്ന് വിചാരിച്ചത് പച്ചപ്പില്ലേ, ഞാൻ ബാക്ക് ക്യാമറയിലെടുക്കാം, പച്ചപ്പ് ഉള്ള ഒരു സ്ഥലത്തുനിന്ന് എടുക്കണം നേരെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏകദേശം നല്ലൊരു സമയമായതുകൊണ്ട് ഇനിയും അത് കുറച്ച് ലോങ് ആയിരുന്നു. അപ്പം അത്രയും ലോങ്ങിലേക്ക് പോവാൻ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുക. പിന്നെ ഒന്നാമത് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടുള്ള ബ്ലോക്കും കാര്യങ്ങളും തിരിച്ചു വരാൻ പാതിരാത്രി ആവുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് ലൊക്കേഷൻ മാറ്റി ബീച്ചിൽ പോയിട്ടാണ് എടുത്തത്. ആൻഡ് ദ പിക്ചേഴ്സ് വാസ് അമേസിങ് തന്നെ പറയാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ട് വേണം
അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അവരെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. യാഷിക പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫി ടീമാണ് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. ഞാൻ അവരെ ഇൻസ്റ്റഗ്രാം ID എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിലും ഞാൻ അവരെ ടാഗ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിൽ തന്നെ എൻ്റെ കുറേ കാലത്തൊരാഗ്രഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നടന്നില്ല. സോ ഇക്കൊല്ലം അത് നടന്നു. എന്നതാ കണ്ണിൽ ആ സാധനമൊക്കെ ഉള്ള കയ്യിൽ കണ്ടോ, ഫുൾ കളറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണത്ത് ഇപ്പം അയക്കാൻ കഴിയില്ല. ഇത് ഫുൾ കളഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഡാമേജോ പൊടി കയറും കണ്ണിൽ. 1 ടൈം യൂസ് ലെൻസാണ്, അക്വാ ലെൻസിൻ്റെ ലെൻസാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കിടന്ന് പരിശ്രമിക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയാം. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി സെറ്റാക്കി. എനിക്ക് പിരികത്തിൻ്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു കൊളാവുമെന്ന്. പക്ഷേ അത്രയും പെർഫെക്ഷൻ വന്നിട്ടില്ലെങ്കിലും ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറും കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത് നമ്മളുടെ കോഴിക്കോട് വരുന്ന ലോറിൻ്റെ, ഞാൻ സ്ഥിരം അവിടെയാണ് പോവാറ്. ഹൈലി റെക്കമെൻഡഡ് പ്ലേസാണ്. കോഴിക്കോടുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മുടെ പാലാഴി റോഡാണ് ഈ ഒരു സലൂണ് വരുന്നത്. സോ എൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അവരാണ്. അപ്പം ഞാൻ മുടീനെ ഒന്നും കൂടെ ഫ്രീ ആക്കി. പിന്നെ കൈ തട്ടിയിട്ട് വീഡിയോ പോസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഞാൻ കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിമിഷ BK Nair ആണ്. സോ ഫോളോ ചെയ്യാത്തവർ ഡു ഫോളോ. ആൻഡ് ഫോട്ടോസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം തന്നെ ചെക്ക് ചെയ്യണം. ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺ. ബൈ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Nimsha BK Nair signing off, your brown chick. Bye.